എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജലി, ഋഷി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലെ മെഡിക്കൽ ഓഫീസറാണ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് എക്കൾ അല്ലെങ്കിൽ അഥവാ ഇക്കൾ എന്ന് പറയും, അല്ലെങ്കിൽ ഹിക്കപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട്. പൊതുവെ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഞാൻ എന്താണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എന്നിരുന്നാലും നമുക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യാം, ഒരു എക്കള് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാം, എങ്ങനെ പെട്ടെന്ന് മാറ്റാം എന്നുള്ള ചെറിയ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എക്കള് വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ഒരു തമാശ രീതിയിൽ പറയാറുണ്ട്, നമ്മളൊന്ന് പേടിപ്പിച്ചാൽ മതി, എക്കളൊക്കെ മാറിക്കോളും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിനപ്പുറം കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് എക്കള് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ അത് മാറാം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ എക്കള് വരുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം നന്നായി അടക്കി പിടിക്കുക, അതായത് ഹോൾഡ് ചെയ്യുക. ശ്വാസം എടുത്തിട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വായും മൂക്കും ചെവി അടയ്ക്കാൻ ശ്രമിക്കണം. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ടൈം ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് നല്ലതാണ്. അങ്ങനെ കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്കള് മാറാനായിട്ടുള്ള സാധ്യത ഉണ്ട്. പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യാവുന്ന ഒരു കാര്യമാണ് വെള്ളം കവിൾക്കൊള്ളുക എന്നുള്ള ഒരു കാര്യം. നമ്മൾ വെള്ളം എടുത്തിട്ട് ഇതുപോലെ തന്നെ എത്രത്തോളം നമുക്ക് കവിളില് കൊള്ളാൻ പറ്റും എന്നുള്ള കാര്യവും കൂടി ശ്രദ്ധിക്കണം. അത്രയും നമ്മളത് ചെയ്തിട്ട് വെള്ളം കവിൾക്കൊണ്ടാലും ഇക്കള് മാറാനായിട്ട് സഹായകമാണ്. പിന്നെ നമ്മൾ സാധാരണ എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട്, ഇക്കള് വരുമ്പോ നമ്മൾ ഒന്ന് തല കുനിച്ചിട്ട് ഒരു വെള്ളം കുടിക്കുക എന്നുള്ള കാര്യം, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ള. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തല കുനിച്ചിട്ട് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ വെള്ളം കുടിക്കുന്ന ടൈമില് വെള്ളം ഇറക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് വഴി എക്കള് മാറ്റാം എന്നുള്ളത് ഒരു അറിവാണ്. പിന്നെ വേറെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ തന്നെ തല കുനിച്ചിട്ട് നമ്മൾ മുഖത്ത് വെള്ളം തളിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. തല കുനിച്ചിട്ട് നമ്മൾ മുഖത്ത് ഇങ്ങനെ വെള്ളം തളിച്ചുകൊണ്ടിരിക്കുക. അതും എക്കള് മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ എക്കള് വരുമ്പോൾ ഒരാളും ചുമ്മാ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എക്കള് താനെ മാറുന്നതാണ്. പിന്നെ ഇതൊന്നും അല്ലാണ്ട് നമുക്ക് വീട്ടില് നമുക്ക് ഉള്ള പദാർത്ഥങ്ങൾ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. അതായത് പഞ്ചസാര എടുത്തിട്ട് നന്നായി വായിലിട്ടിട്ട് ഉമിനീരും, അതായത് ഡ്രൈ ആയിട്ടുള്ള പഞ്ചസാര വേണം, അത് വായിലിട്ട് ഉമിനീരുമായിട്ട് അലിയിച്ച് പതുക്കെ ഇറക്കി കഴിഞ്ഞാൽ എക്കള് കുറയുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ചുവന്നുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പൊതുവെ എല്ലാ സ്ഥലത്തും ചെറുള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന് പറയാറുണ്ട്. ഈ ചുവന്നുള്ളി എടുത്തിട്ട് നമ്മൾ 1, 2, 3 ചുവന്നുള്ളി എടുത്തിട്ട് നമ്മൾ വായിലിട്ട് നന്നായി ചവയ്ക്കുക. അതോടൊപ്പം വെല്ലം എന്ന് നമ്മൾ പറയുന്നത് ശർക്കരയും കൂടി ഉണ്ട്. ഈ വെല്ലവും കൂടി ഉപയോഗിച്ച് ഇതോടൊപ്പം ചവച്ച് ഇറക്കി കഴിഞ്ഞാലും എക്കള് മാറാം. അപ്പോൾ എക്കള് എന്നുള്ള ഒരു കാര്യം ഓർത്ത് നമ്മൾ ആരും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ 2-3 കാര്യങ്ങൾ, കുറച്ച് ടിപ്സ് നമ്മൾ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ എക്കള് എന്തായാലും താനെ തന്നെ മാറിപ്പോകും. അപ്പൊ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.